10 കോടിയുടെ നവീകരണ പ്രഖ്യാപനങ്ങൾ കടലാസിലൊതുങ്ങുമ്പോൾ പ്രളയഭീതിയിൽ വടക്കാഞ്ചേരി. നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന വാഴാനിപ്പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തി കയ്യേറ്റങ്ങളും കാട്ടുപൊന്തുകളും മണൽത്തിട്ടകളും തുരുത്തുകളും ഇപ്പോഴും നിലകൊള്ളുകയാണ്. കഴിഞ്ഞ മാസത്തെ കനത്ത മഴയിൽ വടക്കാഞ്ചേരി മുക്കിയത് പുഴയിലെ വെള്ളപ്പൊക്കമാണ്. വീണ്ടും മഴ ശക്തമായാൽ സ്ഥിതി മോശമാകും. പുഴയുടെ സമഗ്ര വികസനത്തിനായി 10 കോടിയുടെ ഡെവലപ്മെന്റ് പ്ലാൻ ഫോർ വടക്കാഞ്ചേരി റിവർ ഫേസ് എന്ന പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിട്ട് 1 വർഷം പിന്നിട്ടു. പക്ഷേ ഉദ്ഘാടനമല്ലാതെ യാതൊരു പ്രവർത്തനങ്ങളും നാളിതുവരെ തുടങ്ങാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. വടക്കാഞ്ചേരി തെക്കങ്കര പ്രദേശത്തെ സമഗ്ര കാർഷിക വികസനം, വെള്ളക്കെട്ട് ഒഴിവാക്കൽ, പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് പുനഃസ്ഥാപിക്കൽ, തീരശോഷണം തടയൽ, പുഴയുടെ തീരത്തെ ടൂറിസം വികസനം എന്നിവയാണ് ലക്ഷ്യം. കഴിഞ്ഞ 2 ദിവസം മാത്രം പെയ്ത മഴയെ തുടർന്ന് നീർച്ചാലായി ഒഴുകിയിരുന്ന പുഴയിലെ നീരൊഴുക്ക് വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതം പുഴയിലേക്ക് തുറന്നുവിട്ടിട്ടുമുണ്ട്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഷട്ടറുകൾ കൂടുതൽ തുറക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ചോദിച്ചിരിക്കുകയാണ് ഇറിഗേഷൻ വകുപ്പ്. പുഴയിലെ മണൽത്തിട്ടകളും തുരുത്തുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ജനനി പുഴയുടെ മധ്യത്തിൽ രൂപപ്പെട്ട തുരുത്തിൽ കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചിരുന്നു. പുഴ നവീകരണ പദ്ധതി യാഥാർത്ഥ്യമാക്കി പ്രദേശത്തെ പ്രളയഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.